ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് മസാലയിട്ട് പുരട്ടി വയ്ക്കാം. അതിന് വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മസാലപ്പൊടി, അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന്, ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ കിട്ടിയില്ല. അത് നന്നായിട്ട് പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇനി ഒരു ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി വറുത്തെടുക്കുക കേട്ടോ. നല്ലോണം മൊരിയണം. അതിനുശേഷം അത് തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കണം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ആദ്യം കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കേട്ടോ. അത് മൊരിഞ്ഞ് വരുമ്പോൾ ബാക്കി ആ ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ബാക്കിയുള്ള പച്ചമുളകും സവാളയും എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇപ്പോൾ നന്നായിട്ടത് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ടത്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 സ്പൂൺ കുരുമുളക് പൊടിയും, 1 സ്പൂൺ മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി അതൊന്ന് മൂത്ത് വരട്ടെ. പൊടിയുടെ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന 1 സവാളയും 1 തക്കാളിയും അതും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇത്തിരി ലൂസാകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർക്കുക. ചൂടുവെള്ളമായിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതൊന്ന് മൂടി വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അതെല്ലാം നന്നായിട്ട് ആ ചിക്കൻ കഷ്ണങ്ങളിൽ പിടിക്കട്ടെ. അരപ്പൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അതിട്ട് തിളപ്പിക്കുക കേട്ടോ. ഒന്ന് മൂടി വെച്ച് തിളച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നല്ല എരിവും എല്ലാം നല്ല പാകത്തിനാണ് കേട്ടോ. നമുക്ക് ചോറിലേക്ക് വിളമ്പാട്ടോ. നല്ല രുചിയുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക.